കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും നിസ്തുലനായ പാവനനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. കർത്താവ് വരും, നിശ്ചയമായിട്ടും വരും. പിന്നെ ഈ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മടുപ്പ് വരുവാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ വളരെ ഉത്സാഹവും തീഷ്ണതയും ഒക്കെ നമുക്കുണ്ടായിരുന്നു. എല്ലാത്തിനും വലിയ തീഷ്ണതയുണ്ടായിരുന്നു. പക്ഷെ ഈ താമസിക്കും തോറും നമ്മളുടെ ജീവിതത്തിൽ മടുപ്പ് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതിനെ നാം ജയിക്കണം. കർത്താവ് തന്നെ ഇപ്പം ഒരാളിനെയും ഒരു കമ്പനിയിലും ഇന്റർവ്യൂ ചെയ്തു, സെലക്ട് ചെയ്തു, അപ്പോയിൻമെന്റ് ലെറ്ററും കൊടുത്തു. പക്ഷേ അപ്പോയിൻമെന്റ് ജോയിനിങ് ഡേറ്റ് മാത്രം കൊടുത്തില്ല. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, 2 മാസമായി, 2 വർഷമായി. മാനുഷികമായിട്ട് നമ്മൾ പിന്നെ ഒരിക്കലും അതിന്റെ പുറകെ പോകത്തില്ല. ഇതൊരിക്കലും അവരെന്നെ വിളിക്കാൻ പോകുന്നില്ല, എനിക്ക് ഒരിക്കലും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ കഴിയുകയില്ല എന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമ്മളത് വലിച്ചു കീറി കളയുവാൻ ഇടയായിത്തീരും. അതേപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് നനയാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഊഹിക്കാൻ പോലും കഴിയുന്ന സാഹചര്യത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരുങ്ങിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. യജമാനൻ വരുന്ന നാഴിക ഇന്നതെന്നറിയാതെ ഏതു നേരത്തും യജമാനന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരുങ്ങാത്തവർക്ക് വളരെ അടി കിട്ടുമെന്നും ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. എന്തായാലും ഇങ്ങനെ ദീർഘിച്ചു കൊണ്ട് പോവുകയാണ്. നമ്മൾ മടുത്തു പോകുവാനായിട്ട് സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 3-ാമത് വചനം വായിക്കുന്നു, നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരിക്കുവാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ വിരോധം സഹിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മടുപ്പ് വരുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കണം. ക്രൂശിൽ 3 ആണികളിൽ നഗ്നനായി കിടന്ന് പിടയുന്ന, അടിയേറ്റ് പിടയുന്ന, വേദനയോടെ പിടയുന്ന, തല ശിരസ് മുറിഞ്ഞും മുഖം മുഴുവനും രോമങ്ങൾ പിച്ചി പറിക്കപ്പെട്ടും മാംസമിളകി രക്തം കട്ടകട്ടയായി താഴോട്ട് ഒഴുകുന്ന, ശരീരമാസകലം അടികളേറ്റ് മുറിവുകളേറ്റ് ചോരയിൽ കുളിച്ചു കിടന്ന് പിടയ്ക്കുന്ന ഈ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ മടുപ്പ് മാറുവാൻ ഇടയായിത്തീരും. വീണ്ടും ഒരു എനർജി, വീണ്ടും ഒരു ശക്തി. നമ്മുടെ മൊബൈലിലെ ബാറ്ററി ചാർജ് തീരും തോറും തീർന്നു കഴിയുമ്പോൾ വീണ്ടും അത് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ആ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ്നലിലേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെ തന്നെ നമ്മൾ റിന്യൂ ചെയ്യുവാൻ, നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ മടുപ്പ് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മടുത്തു പോകരുതും. മടുത്തു പോകാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. നമുക്കറിയാം, ബൈബിള് പഠിച്ചും എത്രയോ പേര് ലിബറൽ തിയോളജിയന്മാരായിരിക്കുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബൈബിൾ കോളേജിൽ പോകരുതെന്ന് ഈ കാലഘട്ടത്തിൽ. കാരണം 4 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഇവൻ കഴിഞ്ഞിട്ട് അവൻ ക്രിസ്തു ഇല്ല എന്നും പറഞ്ഞാണ് പലരും പുറത്തു വരുന്നത്. പക്ഷേ ബൈബിൾ കോളേജിൽ പോകുന്നതിന് ഭയങ്കര തീഷ്ണതയോടെ വടക്കേ ഇന്ത്യയിൽ പോകണം, എവിടെ പോയി ഞാൻ ജീവൻ വെക്കണമെന്നൊക്കെ പാട്ടൊക്കെ പാടി ആണ് പോകുന്നത്. പക്ഷേ 4 വർഷത്തെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് പലരും തണുത്ത് ഉറഞ്ഞും ലിബറൽ തിയോളജിയന്മാരായിട്ടൊക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ പേര് വിശ്വാസത്യാഗം സംഭവിച്ചും അവരെ ഈ വിശ്വാസം വിട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാത്തിരിപ്പ് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. ഈ ഈ പ്രാർത്ഥിക്കുന്നതിന് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, അതുപോലെ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ, നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്ന ദിശയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇരിക്കുമ്പോൾ, നമ്മൾ ആ മനസ്സ് മടുത്തു പോകുവാനും നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ ഏറ്റവും മാരകമേറിയ 3 ആയുധങ്ങളാണ്. ഒന്ന്, നിരാശ. നിരാശ ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടുന്ന കാര്യം വളരെ പ്രയാസമാണ്. നിരാശ അവനെ എന്തിലേക്ക്? രണ്ടാമത്തെ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് സംശയം. സംശയവും നിരാശയും കൂടെ ഒന്നിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിശ്വാസത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അവിശ്വാസം. ഒന്ന്, സംശയം ജീവിതത്തിലേക്ക് കടന്നു വരും, നിരാശയിലേക്ക് അത് കൂട്ടിക്കൊണ്ടു പോകും. മൂന്നാമതും അത് അവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനിടയായിത്തീരും. അപ്പം പിശാചിന്റെ തീയമ്പുകളെ തടുക്കുവാൻ തക്കം വിശ്വാസം എന്ന പരിചയം നമുക്കുണ്ടായിരിക്കണം. ദുഷ്ടൻ തൊടുത്തുവിടുന്ന ഏതൊരു അവിശ്വാസത്തിന്റെയും നിരാശയുടെയും സംശയത്തിന്റെയും തീയമ്പുകളെ തടുക്കുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപം. അപ്പം നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വൃക്ഷം വളരണമെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ, ഒരു വൃക്ഷം നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അല്പമൊക്കെ വളരുമെങ്കിലും അത് ബലമില്ലാതെ ബലഹീനമായിട്ട് ഫലപുഷ്ടി ഉള്ളതായി തീരുകയില്ല. ആ വൃക്ഷം ബലത്തോടെ വളരണമെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ചാൽ പോരാ, അതിനെ വളമിട്ട് കൊടുക്കണം. വളമിട്ട് കൊടുത്താലും വെള്ളവും വളവും കിട്ടിയത് കൊണ്ട് കാര്യമില്ല. സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെയാണ് ഒരു ദൈവവിശ്വാസി. വളവും വെള്ളവും നിത്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും എന്ന് പറഞ്ഞാൽ, പുറമെയുള്ള മനുഷ്യന് ആഹാരമായിരിക്കുന്നത് പോലെ നമ്മുടെ ഈ ശരീരത്തിന് ബോഡി എന്നാണല്ലോ ഈ പറയുന്നത്. ബോഡി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ സംരക്ഷിക്കുന്ന ഒരു ബോഡിയാണല്ലോ. എന്തിനെ? ആത്മാവിനെ സംരക്ഷിക്കുന്ന, ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു താൽക്കാലിക കൂടാരമാണ്, താൽക്കാലികമായ ഒരു ബോഡിയാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ താൽക്കാലികമായ നശിച്ചു പോകുന്ന ഈ ജഡത്തിന്, ഈ ശരീരത്തിന് നമ്മൾ ആഹാരം കഴിക്കേണ്ടുന്നത് ആവശ്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ക്ഷീണം അനുഭവപ്പെടും. ഉച്ചയ്ക്ക് ലഞ്ചും കൂടെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ വളരെ ക്ഷീണിക്കുവാനിടയായിത്തീരും. വൈകുന്നേരം അത്താഴവും കൂടെ ലഭിക്കുന്നില്ല എങ്കിൽ, ഒരു ദിവസം ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ കൊടും ചൂടത്തും പെരുവെയിലത്തും ഈ വേല ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അടുത്ത ദിവസം എഴുന്നേൽക്കുവാനുള്ള ബലം അയാൾക്ക് ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ, ഈ ഭൗതിക ശരീരത്തിന് ആഹാരം വളരെ അത്യാവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ഈ ബോഡിയുടെ ഉള്ളിലുള്ള ഈ ആത്മാവിനും ആഹാരം ആവശ്യമാണ്. അകത്തെ മനുഷ്യൻ പുഷ്ടിയോടുകൂടെ വളരേണ്ടതിനും ശക്തിയോടുകൂടെ പ്രബലപ്പെടേണ്ടതിനും ആത്മീയമായ ആഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യന്റെ ആഹാരമല്ല മൃഗങ്ങൾ കഴിക്കുന്നതും. ഓരോരുത്തർക്കും അവരുടേതായ ആഹാരങ്ങളുണ്ട്. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെതായ ആഹാരമാണ് കർത്താവ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ അകത്ത മനുഷ്യന് കൊടുക്കേണ്ടുന്ന ആത്മീയമായ ഭോജനമുണ്ട്, ആഹാരമുണ്ട്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നതും, അതാണ് ദൈവവചനം എന്ന് പറയുന്നതും. അത് മാത്രം പോരാ, വളരുവാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. അഥവാ സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ കൃപയും നമുക്ക് ആവശ്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥന അനിവാര്യമാണ്. ദൈവവചനം എന്ന ജീവന്റെ അപ്പം നാം ഭക്ഷിക്കേണ്ടുന്നത് അനിവാര്യമാണ്. അതുകൂടാതെ ദൈവത്തിന്റെ കൃപയും കൂടെ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം ആത്മീയമായി നമ്മുടെ ആത്മാവ് പ്രബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ
ഏതൊരു പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ, എത്ര വലിയ ഘോരമായ യുദ്ധമായിരുന്നാലും അതിനെയെല്ലാം ജയിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യാശയുള്ളവരായി തീരുവാൻ, വിശ്വാസമുള്ളവരായി തീരുവാൻ, കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി കൂടുതൽ കൂടുതൽ കർത്താവിങ്കിലേക്ക് അടുക്കുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. കാരണം നാളടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാം അധികം കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ, തളർന്നു പോകുന്നവരല്ല, ക്ഷീണിച്ചു പോകുന്നവരെല്ലാം. നമുക്കറിയാം, എബ്രായർ 9:27 വായിക്കുന്നു, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിലൂടെ ഒരു ബസ് മാത്രമായിരിക്കും വരുന്നതും. അത് രാവിലെ കടന്നു വരും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് അത് തിരിച്ച് കടന്നു പോകും. അങ്ങനെ ഒരൊറ്റ ട്രിപ്പ് മാത്രമേ ഒരുപക്ഷെ ഒരു ബസ്സിന്റെ റൂട്ടിനുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പോകുവാനുള്ളവരെല്ലാവരും നേരത്തെ തന്നെ കവലയിലെത്തി, ബസ് സ്റ്റോപ്പിലെത്തി. അന്നത്തെ സമയത്ത് ഈ പൊല്യൂഷൻസ്, ഈ ശബ്ദമലിനീകരണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ദൂരത്ത് നിന്നേ ബസ് വരുമ്പോൾ ആ ബസ്സിന്റെ എരപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ബസ് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അടുത്ത ജംഗ്ഷൻ ഇതാണ്. ആളുകളെല്ലാം തയ്യാറായി, റെഡിയായി, കൊടയൊക്കെ മടക്കി, ബാഗൊക്കെ തോളിലിട്ട്, മുണ്ടൊക്കെ മടക്കി കുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ബസ് ഇപ്പോൾ വരും, നിർത്തും. അത് പ്രൈവറ്റ് ബസ്സാണ്, അധിക സമയമൊന്നും നിർത്തത്തില്ല. ടിങ് ടിങ് ബെല്ലടിക്കും, നിമിഷങ്ങൾക്കുള്ളിൽ കയറി പോവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുവാനും സംസാരിക്കുവാനും ഒന്നും സമയമില്ല. എത്രയും വേഗത്തിൽ ചാടി കയറണം. അവർക്ക് അതിവേഗത്തിൽ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരുങ്ങി തയ്യാറായിട്ട് കാഹളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും എന്ന് കർത്താവിന്റെ വചനം. ഇനി ആരൊക്കെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന്റെ വചനം സത്യമാണ്, അതങ്ങനെ തന്നെ നിറവേറും. അത് ചിലപ്പോൾ കർത്താവിന്റെ വരവിങ്കൽ വളരെ കുറച്ചു പേര് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളൂ. നോക്കണം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. നോഹയുടെ കാലത്ത് അന്ന് ഭൂമി മുഴുവനും നമുക്ക് ചിന്തിക്കാം, ഒരു 2 ലക്ഷം പേര് കാണുമായിരിക്കും. ലോകവും ഭൂമി മുഴുവനും ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം പേര് കാണുമായിരിക്കും. പക്ഷെ എല്ലാവരും വഷളത്വത്തിലാണ് ജീവിക്കുന്നത്. നോക്കണം, നോഹയുടെ കാലത്ത് നോഹയും കുടുംബവും 8 പേര് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ലോത്തിന്റെ കാലത്ത് നമുക്ക് ഒരു 5 ലക്ഷം പേരും മൊത്തം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്കറിയത്തില്ല അന്നത്തെ സെൻസസ് എത്രയാണെന്നും. നോക്കണം, വെറും 3 പേരാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം മറന്നുപോകുന്നത്. അതും വല്ലാത്ത ഒരു വല്ലാത്ത രക്ഷപ്പെടലായി പോയി എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നനയാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്തും നമ്മുടെ കർത്താവ് വരും. അതുകൊണ്ട് നാളെയാകട്ടെ എന്നും കാത്തിരിക്കാതെ നാം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 പേരും കന്യകമാരായിരുന്നു. 10 പേരും വിശുദ്ധരായിരുന്നു. 10 പേരും പ്രാർത്ഥിക്കുന്ന സഭയിലെ അംഗങ്ങളായിരുന്നു. 10 പേരും മണവാട്ടികളായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 5 പേര് ഒരുങ്ങിയില്ല. അവര് കർത്താവിന്റെ വരവിനെ നിസ്സാരമായി കണ്ടു. എന്നാൽ ബാക്കി 5 പേര് കർത്താവിന്റെ വരവിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു. അവരതിനെ വിലയുള്ളതായി കണ്ടു. അവരതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തും. അവര് സഭയുടെ അംഗമായിരിക്കുക മാത്രമല്ല, അവർ കന്യകമാരായിരിക്കുക മാത്രമല്ല, അവർ വിശ്വാസികളായിരിക്കുക മാത്രമല്ല, അവരുടെ വിളക്കിലെ എണ്ണയുണ്ടായിരുന്നു. അത് മാത്രമല്ല, തീർന്നാൽ ഒഴിക്കുവാൻ തക്കവണ്ണം സ്റ്റോക്ക് അവരുടെ കൈകളിൽ ധാരാളം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നനയാത്ത നാഴികയിൽ നമ്മുടെ കർത്താവ് വരും. നമ്മളിൽ ഒരാൾ പോലും തള്ളപ്പെട്ടു പോകരുതും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പിശാചിന്റെ പിടിയിലേക്ക് ഈ ലോകം മുഴുവനും അമർന്നുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറകളെ മാത്രമല്ല, സീനിയറായിട്ടുള്ള, പ്രായമുള്ള, പക്വതയുള്ള, ദൈവവചനം അറിയാവുന്ന ഒരു നല്ല ശതമാനം ജനങ്ങളെയും സാത്താൻ തന്റെ അധീനതയിലേക്ക്, എന്ന് പറഞ്ഞാൽ സ്വർഗീയ ദർശനം നഷ്ടപ്പെട്ട ഒരു തലമുറ,
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാത്ത ഒരു തലമുറ, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമിയിലുള്ള ഭൗമികമായി ലൗകികമായത് മാത്രം പറയുന്ന ഒരു തലമുറ, വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. അതേ ലോകലക്ഷണങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 2-3 വായിക്കുമ്പോൾ കാലലക്ഷണങ്ങളെ മാത്രം വിവേചിച്ചാൽ പോരാ, കാലഘട്ടത്തെ വിവേചിക്കണമെന്ന് കർത്താവ് നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ നാല് ചുറ്റും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം. എന്താണ് നടക്കുന്നത്, എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കുറഞ്ഞപക്ഷം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ടായിരിക്കണം എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മളെ വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന വചനം നമ്മളും വായിക്കുകയായിരുന്നു. നമ്മൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്ത് നമ്മൾ വായിച്ചു മത്തായി സുവിശേഷം 21-22 നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഒന്നാമതായിട്ട് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം, വിശ്വാസത്തോടു കൂടി ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത് മാർക്കോസ് 11:24 നമ്മൾ വായിച്ചു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും. 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് വിശ്വസിക്കണം, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. 2, പ്രാർത്ഥിക്കുന്നതൊക്കെയും എന്ത് ചെയ്യണം, ലഭിച്ചു എന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം, യോഹന്നാൻ 14:13, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. 2 രീതിയിലാണ് പ്രാർത്ഥന കർത്താവ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാം, ഡയറക്റ്റ് ആയിട്ട് യേശുവേ, കർത്താവായ യേശുവേ, ദൈവപുത്ര യേശുവേ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് വേറൊരു പ്രാർത്ഥനയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്, യോഹന്നാൻ 16:23, യോഹന്നാൻ 16:23, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. 2 രീതിയിലുള്ള പ്രാർത്ഥനയാണ് കർത്താവ് പറഞ്ഞു. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥിക്കാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് യാചിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാം. രണ്ടാമതായിട്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിതാവിനോട് അപേക്ഷിക്കണം. പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ നിങ്ങൾക്ക് നൽകിത്തരും. അപ്പൊ 2 രീതിയിലുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ദൈവസഭ ഏറ്റെടുത്തിരിക്കുന്ന പ്രാർത്ഥന, ദൈവമക്കൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രാർത്ഥന ഈ 2ാമത്തെ പ്രാർത്ഥനയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡയറക്റ്റ് ആയിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാമെങ്കിലും രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ തുടങ്ങുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് തുടങ്ങി അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. അത് പല രീതിയിൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗപ്രകാരം ഭാഷാ ശൈലി അനുസരിച്ചാണ്. ഒരു കാര്യം സത്യമാണ്, അവസാനമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം പ്രാർത്ഥന നിർത്തേണ്ടുന്നത്. കാരണം ഇപ്പൊ എത്ര ലക്ഷത്തിന്റെയോ എത്ര കോടിയുടെ ചെക്ക് എഴുതിയെന്ന് പറഞ്ഞാലും അതിനകത്ത് സിഗ്നേച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വാലിഡിറ്റി ഇല്ല എന്ന് നമുക്കറിയാം. ഇനി ചെറിയ എമൗണ്ട് ആയിരുന്നാലും വലിയ എമൗണ്ട് ആയിരുന്നാലും എത്ര ഭംഗിയായിട്ട് എഴുതിയാലും ഡിജിറ്റലിൽ എഴുതി അത് വേഴ്സിലെ ഫിഗറായിട്ട് എഴുതിയാലും അവസാനം സൈൻ ചെയ്യണം. ആ സൈൻ ഇല്ലാത്തിടത്തോളം കാലം എത്ര കോടിയുടെ ചെക്കാണെന്ന് പറഞ്ഞാലും അതിനെന്തില്ല, വാല്യൂ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ സൈൻ എന്ന് പറയുന്നത്, ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം.
ആ നാമം പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതും. പിന്നെ ചില പ്രിയപ്പെട്ടവര് ചില ദൈവദാസന്മാരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവസാനമായിട്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ പ്രാർത്ഥന കേൾക്കണമേ. അതൊന്ന് തിരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അതിന്റെ അർത്ഥം വേറൊരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നുള്ളൊരു പദം ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. അങ്ങനെ ചില ദേവദാസന്മാരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട, ഇയാള് ഇന്നലെ വിശ്വാസത്തിൽ വന്ന ആളാ, ഞങ്ങളും ജനിച്ചത് തന്നെ ഇതിനകത്താണ്, ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ടും ഈ ഈ ഈ ചിലര് റിബല്യസ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. എന്നാൽ ദൈവകൃപയാൽ അവരോട് പറഞ്ഞു കൊടുത്തവരെല്ലാം സന്തോഷത്തോടെ അവർക്ക് അത് മനസ്സിലാകുവാനും അവർ തിരുത്തുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും, ഒന്ന് യേശുവിനോട് ചില പ്രത്യേക സാഹചര്യങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, പിന്നെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നെടുവീർപ്പ് പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യമൊന്നും കിട്ടത്തില്ല, സമയമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ചില സമയങ്ങളിൽ ചില നമ്മുടെ നെടുവീർപ്പുകൾ പോലും, നമ്മുടെ ദീർഘശ്വാസം പോലും, ഏത് വിഷയത്തിലാണോ ഈ ദീർഘശ്വാസം വിടുന്നത് അതുപോലും ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുമെന്നും നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ വായിച്ചു യോഹന്നാൻ 15:7 വായിക്കുന്നു. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആദ്യം നമ്മൾ വായിച്ചു എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത് ഇപ്പം പറയുകയാണ് ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ചില ബിരുദന്മാര് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ എന്ത് ഇച്ഛിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. എന്നാ പിന്നെ വിമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ചിലർ ഹെലികോപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലർ BMW കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലര് വലിയ തോട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലർ ലക്ഷറി കാറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന് വേണ്ട, എന്ത് ഇച്ഛിച്ചാലും നൽകാമെന്നല്ലേ ദൈവത്തിന്റെ വചനം, എന്ത് ചോദിച്ചാലും തരാമെന്നല്ലേ ദൈവത്തിന്റെ വചനം. അപ്പൊ എന്ത് വേണമെങ്കിലും ചോദിക്കുക. നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങുകളിലും ഒക്കെ ഈ ആളുകളെ ജനങ്ങളെ പറയുന്ന സംസാരം നമ്മൾ കേട്ടിട്ടില്ലേ? ചോദിക്ക്, നീ ചോദിക്കാത്തത് കൊണ്ട് നിനക്ക് കിട്ടുന്നില്ല, നീ ചോദിക്ക്. കാരണം ദൈവത്തിന്റെ വചനം നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് തരാമെന്നാണ്. നീ ചോദിക്ക്, വീണ്ടും ചോദിക്ക്. എന്താ നിനക്ക് വേണ്ടുന്നത്? ഒരാൾ ചോദിക്കുകയാണ് എത്ര വീട് നിനക്ക് വേണം, ഒരാൾ എത്ര റൂമുള്ള വീട് നിനക്ക് വേണം, ഒരാൾ ചോദിക്കുന്നത് ഏത് കമ്പനിയുടെ ബ്രാൻഡിന്റെ കാർ നിനക്ക് വേണം, ഏത് മരത്തിന്റെ തടിയാണ് നിനക്ക് വേണ്ടുന്നത്, ഫർണിച്ചറാണ് നിനക്ക് വേണ്ടുന്നത്, തേക്കിന്റെ ഫർണിച്ചർ വേണം, നിനക്ക് ഈട്ടിത്തടിയുടെ ഫർണിച്ചർ വേണം. എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് ഇച്ഛിക്കുന്നതൊക്കെയും യാചിക്കുന്നതൊക്കെയും കിട്ടുമെന്നുള്ള ഈ വചനം വെച്ചുകൊണ്ടും എന്തൊക്കെ കോമാളിത്തരങ്ങളാണ്, എന്തൊക്കെ അതിലൊക്കെ പറയുന്ന ഭാഷകൾ തന്നെ നമുക്ക് കിട്ടുന്നില്ല, എന്തൊക്കെ വികൃതികളാണ്. ദൈവവചനത്തിന്റെ ആ മൂല്യം, അർത്ഥം മനസ്സിലാകാതെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 15:7 വായിക്കുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും. ഒരു കാര്യം ഓർക്കണം, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ, ദൈവവചനം ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ, അവൻ ആത്മീകനാണ്. അവൻ ഒരിക്കലും ജഡീകമായത് ചോദിക്കത്തില്ല, അവൻ ഒരിക്കലും ഭൗതികമായത് ചോദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ള, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ, അവൻ എപ്പോഴും ചോദിക്കുന്നത് ആത്മീകമായത് മാത്രമായിരിക്കും, സ്വർഗീയമായത് മാത്രമായിരിക്കും. അവൻ എന്ത് യാചിച്ചാലും ദൈവം അവന് കൊടുക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കാരണം അത് ആത്മീകമായത്, ദൈവത്തിന് ഇഷ്ടമുള്ളതും. കാരണം ദൈവത്തിന്റെ വചനം ഒരുവന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ
അവൻ വേണ്ടാത്തതൊന്നും ചോദിക്കത്തില്ല. ദൈവഹിതമല്ലാത്തതൊന്നും അവൻ ചോദിക്കത്തില്ല. അവൻ ചോദിക്കുന്നത് മുഴുവനും ദൈവഹിത പ്രകാരമുള്ളതായിരിക്കും. ദൈവം പറയുന്ന അവൻ ഇച്ഛിക്കുന്നതെല്ലാം, അവൻ ചോദിക്കുന്നതെല്ലാം ഞാൻ അവനെ നൽകി കൊടുക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ യാചിപ്പീൻ, നിങ്ങൾ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, പ്രവചനവരം നിങ്ങൾ വാഞ്ചിപ്പീൻ. യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ആത്മീകമായതും നോക്കണം. പ്രവചനവരം നിങ്ങൾ ചോദിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ 4 പേരുടെ മുമ്പിൽ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഗമ കാണിക്കണം. 4 പേര് അറിയപ്പെടുന്നവനായി തീരണം. പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈ ഡിമാൻഡ് അല്ലേ? പ്രവാചകന്മാരുടെ ഒന്നും ഡയറിയില് ഡേറ്റേ ഇല്ല. പ്രവാചകന്മാരെയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ടാണ് പോകുന്നതും. പ്രവാചകന്മാര് പറയുന്നത് ഇനി 2 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്നാണ്. എങ്കിലും കൊച്ചമ്മ വിളിച്ചത് കൊണ്ടും അമേരിക്കയിൽ ഒരു അച്ചായനായത് കൊണ്ടും ഞാൻ ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം നോക്കണം, എത്ര പ്രവാചകന്മാർക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രവാചകന്മാരെ ലൗകികമായത് പറയുന്ന, ജഡികമായത് പറയുന്ന, ഈ ലോകത്തിലെ ചിന്തകൾ ഇട്ടു തരുന്ന, ഈ വാഗ്ദത്തം എന്നൊക്കെ പറയുന്ന ഈ പ്രവാചകന്മാരെ നിങ്ങൾ ആശ്രയിക്കരുതെന്ന് വചനം പ്രസംഗിച്ച് വിട്ടാലും വീട്ടിലെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വിളിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ വേണമെങ്കിൽ വീട്ടിൽ വിളിപ്പിക്കും ദൂത് കേൾക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ ഈവൻ ഈ വിശ്വാസികളുടെ കാര്യം മാത്രമല്ല, ഈവൻ ഈ ദൈവദാസന്മാരും ഇതിന് അടിമകളാണ്. ഒരു ദൂത് കേൾക്കണം, ഒരു ദൂത് കേൾക്കണം. ആ ദൂത് കേട്ടിട്ട് വേണം ഒന്ന് ബലം പ്രാപിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൂതിനേക്കാൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ലോകത്തിലേക്ക് വച്ച് ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായ യേശുക്രിസ്തുവിന്റെ ദൂതുകൾ നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ ഈ ഞഞ്ഞാ കുഞ്ഞാ ദൂതുകളെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ, എവിടെയോ ഒരു കോർണറിൽ നമുക്ക് ഈ പ്രവാചകന്മാരോടുള്ള ഒരു അടുപ്പം ഇങ്ങനെ അടുത്ത് കിടക്കുകയാണ്. അത് അവരെ യൂട്ടിലൈസ്, അവർ നന്നായിട്ട് അവരത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യും? അവർ വിളമ്പി തരും. നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയാം. നമ്മുടെ മുഖം കാണുമ്പോൾ, നമ്മുടെ പറച്ചിൽ കേൾക്കുമ്പം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം, ആ പിള്ളേരുടെ കാര്യം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യം, വീടിന്റെ കാര്യം, പറമ്പിന്റെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ചോദിച്ചു കഴിയുമ്പോൾ അവർക്കറിയാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന്. അതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഇമ്പം ഉണ്ടാക്കുന്ന പ്രവചനങ്ങൾ അവർ പ്രവചിക്കും. നിങ്ങളുടെ കയ്യിൽ അരി മേടിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന 500 രൂപ അവർ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് മേലോട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും ഞാൻ ആ ഭാഗം വിടുകയാണ്, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. അപ്പം കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ, ഒരിക്കലും ലോകപ്രകാരമുള്ളതൊന്നും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. മറിച്ച് തികച്ച് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നോക്കണം, എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ എന്ത് യാചിച്ചാലും നമുക്ക് കിട്ടുമോ? നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:14. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അവിടെ അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. ഇവിടെ വളരെ വ്യക്തമാണ്. എന്ത് യാചിച്ചാലും ലഭിക്കുമോ, എന്ത് ചോദിച്ചാലും ലഭിക്കുമോ എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും നോക്കണം. നമ്മൾ ഈ യാചിക്കുന്ന കാര്യം നമ്മുടെ കർത്താവിനും കൂടെ ഇഷ്ടമുള്ളതായിരിക്കണം. ഇപ്പൊ രണ്ട് നിലയുള്ള ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു തെറ്റും അതിനകത്തില്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിനക്ക് 2 നില? 3 നിലയുള്ള വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിക്കും, എന്തിനു വേണ്ടിയാണ് നിനക്ക് 3 നിലയുള്ള വീടും? അതിന്റെ ഉത്തരം ഇതായിരിക്കരുത്. ദുബൈയിലുള്ള ജോർജ് കുട്ടി 2 നിലം 6000 സ്ക്വയർ ഫീറ്റിലാണ് വീട് വെച്ചത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഞാൻ, 24 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഞാനും
അതിലൊട്ടും കുറയാൻ പാടില്ല. അവൻ 6000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 6500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് എനിക്ക് ഉണ്ടാക്കണം. അത് മാത്രമല്ല, അവന്റെ 2 നിലയാണെങ്കിൽ എനിക്ക് ഒരു നിലയും കൂടെ കൂട്ടി 3 നിലയുള്ള വീട്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് കൂടെ ദൈവത്തിന് അറിയണം. നമ്മൾ 3 നിലയുള്ള വീട് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ദൈവിക ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് 3 നിലയുള്ള ഒരു വീട് തരണമെന്നും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിൽ മുഴുവനും 150 പേരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വീട്, 150 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്, അതിനെ ഒരു 3 നിലയുണ്ടെങ്കിൽ 150 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു. അദ്ദേഹം എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നതും ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളതാണെങ്കിൽ, ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. 2 കാറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ചോദിക്കും, എന്തിനാ നിനക്ക് 2 കാറും? നീ ഒരു സമയം 2 കാറിനകത്ത് നീ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണോ? അതിന്റെ ഉത്തരം അല്ല. എല്ലാ ദിവസവും ഒരു കാറിനകത്ത് പോകുമ്പോൾ ഒരു ഗമയില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ ഒന്ന് മാറിപ്പോയി കഴിയുമ്പോൾ ഒരു ഗമയുണ്ട്, ഒരു ഗെറ്റപ്പ് ഉണ്ട്. ആളുകളുടെ മുമ്പിലും 2 കാറുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലതാ, ഒരു 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 ഡീസന്റ് ആണ്. എന്നാൽ അതല്ല, കർത്താവ് എൻ്റെ കൈകളിൽ എനിക്ക് 2 വണ്ടി കിട്ടുകയാണെങ്കിൽ, ഈ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ, ഈ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ, ഡ്രൈവിംഗ് ഉള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ വണ്ടി അവർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയും, ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരിക്കൽ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ഒരു സൈക്കിൾ മേടിക്കുവാൻ പോലുള്ള സാഹചര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു കപ്പലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു കപ്പലിന് വേണ്ടി, നോക്കണേ, ആഗ്രഹം നോക്കണേ, ചെറിയ ആഗ്രഹമൊന്നും അല്ല. ഒരു കപ്പലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സൈക്കിൾ പോലും മേടിക്കുവാൻ, ഒരു കാറ് പോലും വാങ്ങിക്കുവാൻ ഗതിയില്ലാത്ത ഇരിക്കുന്ന അവസ്ഥയിലും ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എനിക്കൊരു കപ്പൽ തരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യന് ദൈവം ഒരു കപ്പലല്ല 3 കപ്പൽ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയാമോ? ജോർജ് വെർവർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹമാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്. അദ്ദേഹം കപ്പൽ ചോദിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഗമയ്ക്ക് വേണ്ടിയല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റർ ഇടുവാൻ വേണ്ടിയല്ല, മറിച്ച് എവിടെയൊക്കെ കടലുണ്ടോ, എവിടെയൊക്കെ തുറമുഖങ്ങളുണ്ടോ, അവിടെയെല്ലാം ഈ സുവിശേഷം എത്തണം, അവിടെയെല്ലാം ദൈവവചനം എത്തണം, അവിടെയെല്ലാം ട്രാക്റ്റുകൾ എത്തണം, അവിടെയെല്ലാം അവരുടേതായ ഭാഷയിലുള്ള ബൈബിളുകളും പ്രിന്റുകളും ട്രാക്റ്റുകളും അവിടെ എത്തണം. അതേ, വിമാന സർവീസ് സുഗമമല്ലാതിരുന്ന ഒരു കാലഘട്ടം, വിമാനയാത്ര വളരെ എക്സ്പെൻസീവ് ആയിരുന്ന, ഫ്രീക്വൻസി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും കപ്പൽ മാർഗമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു കപ്പലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് 3 കപ്പലുകളെ കൊടുക്കുവാനിടയായി തീർന്നു. അതെ, ജോർജ് വെർവറിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുന്നതും, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും യാചിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ, ആ ദൈവികമായിട്ട് ദൈവഹിത പ്രകാരമുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. പിന്നെ 1 യോഹന്നാൻ 3:22 നമ്മൾ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ടും എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. നോക്കണം, ഒന്ന്, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ടും എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. പ്രിയപ്പെട്ടവർ, എന്ത് യാചിച്ചാലും ലഭിക്കും. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചതിക്കപ്പെടരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. യഥാർത്ഥമായി ദൈവവചനം എന്താണെന്ന് നോക്കണം. ഒരു ഇണയില്ലാതെ ഒരു വചനം ഒരിക്കലും ബൈബിൾ ഒരിക്കലും കൺഫ്യൂഷൻ ഒരിക്കലും ബൈബിളിലില്ല. ഇണയില്ലാതെ ഒരു വചനം ബൈബിളിൽ എവിടെയും ഇല്ല. ഒന്നിനോട് ഒന്ന് ഇണ ചേർന്ന്, ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കത്തില്ല ആ വചനത്തിന്റെ ഇണയായിട്ടുള്ള, അല്ലെങ്കിൽ ഇണ ചേർക്കേണ്ടതായ വചനം വരുന്നത്, അത് മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് വചനം നമ്മൾ നന്നായിട്ട് പഠിക്കണം. എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു വചനം പൊക്കിയെടുത്തിട്ട് ഇതാണ് ദൈവവചനമെന്ന് ഒരിക്കലും നമ്മൾ സ്ഥാപിക്കും, ഇതാണ് ദൈവഹിതമെന്ന് സ്ഥാപിക്കുവാൻ നമുക്ക് പാടില്ല.
മറിച്ച് ദൈവത്തിന്റെ വചനം മുഴുവനും നമ്മൾ നന്നായിട്ട് അഭ്യസിക്കണം. ദൈവവചനം പഠിച്ചിട്ടുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് ആ സംശയ നിവാരണം നടത്തണം. എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് 4-5 ദൈവദാസന്മാരുണ്ട്. ഞാൻ അവരോട് ചോദിക്കും, ഇതിന്റെ മീനിങ് എന്താണ്, ഇതിങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ എനിക്ക് അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള ചില സമയങ്ങളിലും അവർ പറയും, പാസ്റ്റർ എനിക്കും മനസ്സിലാകുന്നില്ല ഇതെന്തുവാണെന്ന്. അപ്പം പിന്നെ നമ്മൾ കൂടുതൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചിലർ പറയും, ഈ വിഷയത്തിൽ എനിക്ക് കാര്യമായ ഒരു അറിവ് എനിക്കില്ല. ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരുണ്ട്, ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒത്തിരി ദൈവദാസം, എന്നിട്ട് അവരുടെ നമ്പർ തരും. കാരണം അവര് ആഴമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ എന്നുള്ള ചിന്ത, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിലും നമുക്ക് എന്തെങ്കിലും രീതിയിലും അതിനെ കുറിച്ച് ഒരു ജ്ഞാനം കുറവാണെന്നുണ്ടെങ്കിൽ അറിവുള്ള ദൈവദാസന്മാരോടും ആത്മീകരായ ദൈവദാസന്മാരെ നമ്മുടെ മെന്ററായിട്ട് വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് നമുക്ക് അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഒരാളിനോട് ചോദിക്കുമ്പോൾ അവരവരുടേതായ ഹൃദയത്തിലുള്ള ദൈവികമായ വെളിപ്പാടുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ജ്ഞാനത്തിനനുസരിച്ച് അത് തന്നെ വേറൊരു ദേവദാസനോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ദൈവികമായ വെളിച്ചത്തിൽ അവർക്ക് ആ കാഴ്ചപ്പാടും അവസാനം നമ്മുടെ കൺഫ്യൂഷൻ മറുവാനായിട്ട് ഇടയെത്തീരും. അപ്പൊ നാം നോക്കണം, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ തലമുറ, നമ്മുടെ സഭ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ യാചിക്കേണ്ടുന്നത്. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, യാക്കോബ് 1:6. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തരിക്ക് സമൻ. ഹിന്ദിയിൽ പറയുന്നത്, വിശ്വാസ് കെ സാത്ത് മാംഗന ചാഹിയെ, जो संदेह करता है वो समुद्र की लहर की समान है, वो उबलती और बहती है. ऐसा मनुष्य ये नहीं सोचना मैं परमेश्वर से कुछ प्राप्त करेगा. ഇവിടെ വളരെ വ്യക്തമാണ്, പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഒരിക്കലും സംശയിക്കുവാൻ പാടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി 500 രൂപയുടെ ആവശ്യമുണ്ട്, ആ 500 രൂപയുടെ ആവശ്യമുള്ള വ്യക്തി അത് ലഭിക്കുവാൻ സാധ്യതയുള്ളവരുടെ അടുക്കലാണ് പോകുന്നത്. കാരണം ഞാൻ ഇന്നയാളിനോട് ചോദിച്ചാൽ എനിക്ക് 5000 രൂപ കിട്ടും. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത ആളിന്റെ അടുക്കൽ ചെന്നിട്ട് 500 രൂപ അല്ലെ 1000 രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അയാളുടെ കയ്യിലില്ല, അയാൾ അത്താഴ പട്ടിണിക്കാരനാണ്. നമ്മൾ ആദ്യം തീരുമാനിക്കും ആരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1,00,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളവരുടെ നമ്മൾ ഉറപ്പ് വരുത്തും. അയാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ പൈസയുണ്ട്. രണ്ടാമത് അയാളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അയാൾ എനിക്ക് തരും. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ കള്ളനല്ല, ഞാൻ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കും. എന്നെ കുറിച്ചൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു തോന്നൽ വരത്തില്ല, ഇവൻ പറ്റിക്കൽ പാർട്ടിയാണ്, ഇവൻ തട്ടിക്കൽ പാർട്ടിയാണ്, ഇവൻ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ലഭിക്കത്തില്ല. ഇതേപോലെയാണ് നമ്മുടെ കർത്താവ്. ഒന്നാമത് നമ്മുടെ കർത്താവിൽ വിശ്വസിക്കണം. നമ്മൾ കർത്താവിനോട് യാചിക്കുന്ന കാര്യങ്ങൾ നൽകുവാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട്. 2, കർത്താവിനും നമ്മളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇവൻ തട്ടിക്കൽ പാർട്ടിയല്ല, ഇവൻ വെട്ടിക്കുന്ന പാർട്ടിയല്ല, ഇവൻ ചതിക്കുന്നവനല്ല, ഇവൻ നിഷ്കളങ്കനാണ്, ഇവൻ ഹൃദയപരമാർത്ഥതയുള്ളവനാണ്, ഇവൻ നേരുള്ളവനാണ്, ഇവൻ ചോദിക്കുന്ന കാര്യം ജെന്യൂനായിട്ടുള്ള കാര്യമാണ്, അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ആശ്രയിക്കുക. കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. അവൻ കർത്താവ് എന്ത് ചെയ്യുന്നു? വേഗത്തിൽ അതിനുള്ള മറുപടി നമുക്ക് തരുവാൻ ഇടയായിത്തീരുന്നു. അപ്പൊ ഒന്നും സംശയിക്കാതെ എന്ത് ചെയ്യണം? യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചടയുന്ന കടൽ തിരക്ക് സമനാണ് എന്നിട്ട് എഴുതിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് എന്ത് ചെയ്യരുത്? നിരൂപിക്കരുത്. കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ വിശ്വസിച്ചുകൊണ്ടും, അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. വിശ്വാസം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ.
വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പ്രാർത്ഥിച്ചാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവ് പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ എല്ലാവരും മുട്ടുകുത്തും, ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. മറിച്ച് കർത്താവ് ഒരു ഉപമയാണ് അവരോട് പറഞ്ഞു കൊടുത്തത്. ഒരു യജമാനനെ ഉഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവും പകലും യജമാനന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു ദാസനെ ഉപമയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഒരു കാര്യമേ ഉള്ളൂ. ഒരിടത്ത് കുത്തിയിരുന്ന് കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കത്തില്ല. മറിച്ച് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നാം സുവിശേഷത്തിൽ തൽപരരുള്ളവരായി തീരണം. കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകണം. നാം ഇറങ്ങണം, നടക്കണം, ഓടണം, പുറപ്പെടണം. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണുന്നത്. നമ്മുടെ വിശ്വാസം അറിയാതെ തന്നെ വർദ്ധിക്കും. നമ്മൾ ഇറങ്ങി പുറപ്പെടത്താവുന്ന കാലം കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര വർഷം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാത്തിടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി. ഞാൻ ആഫ്രിക്കൻ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അനേകം പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ആ ഗ്രാമത്തിലോട്ടൊന്ന് ചെന്നാൽ മതി, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയും. വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മളൊന്ന് കടന്നു ചെന്നാൽ മാത്രം മതി. എത്രയോ ദൈവപ്രവൃത്തി നമുക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ വിശ്വാസം അറിയാതെ തന്നെ വർദ്ധിക്കുവാനിടയായിത്തീരും. നമ്മുടെ കർത്താവിന്റെ മഹത്വം നമുക്ക് അവരുടെ ഇടയിൽ കാണുവാൻ വേണ്ടി ഇടയായിത്തീരും. അപ്പൊ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ അഹോരാത്രം അധ്വാനിക്കുന്ന, മടുത്തുപോകാതെ അധ്വാനിക്കുന്ന, പിറുപിറുക്കാതെ അധ്വാനിക്കുന്ന, ഞാൻ അപ്രയോജന ദാസൻ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി വൈകിയും അരമുറുക്കി യജമാനനെ ആഹാരമുണ്ടാക്കി യജമാനനെ ആഹാരം കഴിപ്പിച്ച് അവസാനം പാത്രമെല്ലാം കഴുകി ഒരു നല്ല രാത്രിയാകും. അതിരാവിലെ വീണ്ടും വയലിലേക്ക് പോകണം, വീണ്ടും കന്നുകാലികളെ മേയ്ക്കണം. എന്നിട്ടും പറയുകയാണ്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, അപ്രയോജന ദാസൻ, ഐ ആം ആൻ അൺവർതി സർവൻ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദാസന്റെ ഉപമയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നത്. അപ്പൊ എങ്ങനെ യാചിക്കണം? ഒന്നും സംശയിക്കാതെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടുകൂടെ യാചിക്കണം. ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് വരുവാൻ ഇടയായി തീരട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യും. നമ്മളിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മളെ അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളുടെ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചോദിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരും. അത് തീർച്ചയായിട്ടും ദൈവഹിത പ്രകാരമുള്ള കാര്യമായിരിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പറയുമ്പോൾ വാസ്തവമായിട്ടും അത് ദൈവം നിങ്ങൾക്ക് തരുവാനിടയായി തീരും. ചെറിയവരായിക്കൊള്ളട്ടെ, വലിയവരായിക്കൊള്ളട്ടെ. എൻ്റെ സഹോദരിയുടെ ഒരു മകളുണ്ട്. അവള് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്നു. അവൾക്കറിയാം, ഞാൻ എന്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കേൾക്കും. അപ്പോൾ അവളുടെ പിതാവിന്റെ സഹോദരിയുടെ അപ്പച്ചിയുടെ വീട്ടിലെ ഒരു മനോഹരമായ ഒരു പശു, ആരോഗ്യമുള്ള ഒരു പശു, അത് അസുഖം വന്ന് താഴെ വീണു. വെറ്റിനറി ഡോക്ടേഴ്സ് ഒക്കെ വന്നു, അവർ മരുന്നുകളൊക്കെ കൊടുത്തു, അവർ ഗ്ലൂക്കോസ് ഒക്കെ കുത്തി. പക്ഷെ ഈ പശു എഴുന്നേൽക്കുന്നില്ല. അപ്പം ഇത് ഇവൾ അറിഞ്ഞിട്ട് ഈ കൊച്ചു പെൺകുട്ടി 8 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചു പെൺകുട്ടി ആ വീട്ടിൽ ചെന്നിട്ട് അവൾ പറഞ്ഞു, അപ്പച്ചി ഞാൻ ഈ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കാം, യേശു കർത്താവ് ഈ പശുവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളെ നീ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കുഞ്ഞെ വീണ് കിടക്കുന്ന പശുവിന്റെ അടുക്കൽ മുട്ടുകുത്തിയിട്ട് ആ ഫ്രോക്കൊക്കെ അവിടെ ആ പ്രായത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ടിരിക്കുകയാണ്. അവൾ എന്ത് ചെയ്തു? ആത്മാർത്ഥമായി കരഞ്ഞു. കർത്താവായ യേശുവേ, അവിടുത്തെ വചനപ്രകാരം ഈ പശുവിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പശുവിനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് അവൾ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ച് ആമീൻ പറയുകയും ഈ പശു കാലിട്ടടിക്കുവാൻ വേണ്ടി തുടങ്ങി.
ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പശു ചാടി എഴുന്നേൽക്കുവാൻ ഇടയായി. അപ്പം അങ്ങനെയും ചില ദൈവപ്രവൃത്തികൾ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന്, നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ആ കൊച്ചു കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പ്രാർത്ഥന അന്വർത്ഥമായി പോകാതെ വണ്ണം ആ പ്രാർത്ഥന ഫലിക്കുവാനിടയായി തീർന്നു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളും ശിശുക്കളെ പോലെ ആകണം, സംശയിക്കാതെ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മള് മതിലിന്റെ മുകളിൽ നിർത്തിയിട്ട് ചാടാൻ പറയുമ്പം ഈ കുഞ്ഞുങ്ങൾ എന്തോ ഗ്യാരണ്ടിയിലാ ചാടുന്നത്. അവരെടുത്ത് ചാടുകയാണ്. കാരണം അവർക്ക് ഉറപ്പുണ്ട് താഴെ നിൽക്കുന്ന ആള് നിശ്ചയമായിട്ട് പിടിക്കുമെന്നും. എന്നാൽ ഇച്ചിരി മുതിർന്ന നമ്മളോട് ചാടാൻ പറഞ്ഞാൽ നമ്മൾ ചാടുവോ? ആ ഓടയൊന്നും ചവിട്ടി കുഴപ്പമൊന്നുമില്ല, വീഴത്തില്ല എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ആ കുഴിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, ആ ഓടയുടെ മുമ്പിൽ നമ്മളിങ്ങനെ നിൽക്കും, ആ ചാലിന്റെ മുമ്പിലും നമ്മൾ നിൽക്കും. നിങ്ങൾ വീഴത്തില്ല എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എടുത്ത് നമ്മൾ റിസ്ക് എടുക്കുവാൻ വേണ്ടി തയ്യാറല്ല. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾ അങ്ങനല്ല, അവർ നിഷ്കളങ്ക ഹൃദയമാണ്. നമ്മൾ പറയുന്നത് അതുപോലെ എന്ത് ചെയ്യണം? അവർ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഒന്നും സംശയിക്കാതെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടുകൂടെ യാചിക്കുവാൻ. അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിറുപിറുക്കാതെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, വ്യാപൃതരായി തീരുവാൻ. ഞാൻ പലപ്പോഴും പറയും, വിശ്രമം ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിൽ നമ്മൾ വിശ്രമിക്കുകയാണെങ്കിൽ മുകളിൽ നമുക്ക് വിശ്രമം കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ഇവിടെ അഹോരാത്രം വിശ്രമമില്ലാതെ കർത്താവിന് വേണ്ടി വേല ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിൽ നമുക്ക് ഇഷ്ടംപോലെ വിശ്രമം ലഭിക്കുവാൻ ഇടയായിത്തീരും. ഏത് പ്രായത്തിലും നമുക്ക് ഫലം കായ്ക്കുവാൻ വേണ്ടി കഴിയും. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ മരണം വരെയും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിരിക്കണം. ഫലമെല്ലാം കൊഴിഞ്ഞു പോയിട്ടും അങ്ങനെ ഒരു ജീവിതം വേണ്ട കർത്താവേ. എൻ്റെ മരണം വരെയും ഫലം കായ്ക്കുന്ന ഒരു നല്ല വൃക്ഷമാക്കി ദൈവം എന്നെ, യജമാനന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന, യജമാനൻ എന്നെ നോക്കി പുഞ്ചിരിക്കണം, യജമാനൻ എന്നിൽ അഭിമാനം കൊള്ളണം. ഇത്ര വലിയ വില കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടും എൻ്റെ യജമാനൻ ഒരിക്കലും ലജ്ജിക്കുവാൻ പാടില്ല. മറിച്ച് യജമാനൻ എന്നെ ഓർക്കുമ്പോൾ, ഇത്ര വലിയ വില കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എൻ്റെ യജമാനൻ എന്നെ കാണുമ്പോൾ ഹൃദയം ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയണം, കണ്ണുകൾ നിറയണം. എൻ്റെ യജമാനന് ഞാൻ അഭിമാനമായിരിക്കണം. ഒരിക്കലും നമ്മൾ നമ്മുടെ കർത്താവിന് ഒരു ദുഷിയായി തീരരുതും, അപമാനമായി തീരരുതും. നമുക്കറിയാം, കർത്താവ് പറയുകയാണ്, ഞാൻ ശൗലിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു, വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരരുതും. ഞാൻ വാക്കുകളെ നിർത്തുന്നതിന് മുമ്പ് വീണ്ടും മത്തായി സുവിശേഷം 17:21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. എന്നിട്ട് പറയുകയാണെങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. വീണ്ടും യാക്കോബ് 5:17, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മളെല്ലാം വിചാരിക്കുന്ന ഏലിയാവ് ഏതാണ്ട് ഒരു ലെജൻഡ് ആയിരുന്നു, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ മാൻ ആയിരുന്നു. ഇവിടെ വചനം പറയുകയാണ്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ആരുടെ തലയിലേക്ക് കയറി വരണ്ട. നിങ്ങളെ പോലെ, എന്നെ പോലെ, നമ്മളെ പോലെ വെറും ഒരു സാധാരണ മനുഷ്യൻ. എല്ലാ പ്രവാചകന്മാരുടെയും പേര് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്നയാളുടെ മകൻ, ചിലരുടെ അപ്പന്റെ പേരും അപ്പന്റെ പേരും ഒക്കെ എഴുതിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏലിയാവിന്റെ അപ്പന്റെ പേരാണെന്നും അപ്പന്റെ അപ്പൻ ആരാണെന്നും ഒന്നും അറിയത്തില്ല. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ഒരാളിനെ സേവിക്കുന്നു, ഞാൻ പെട്ടെന്ന് കൂണ് പോലെ മുളച്ചു വന്ന ഒരാളല്ല, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നോക്കണം, എത്രയോ നാളുകളായിട്ടും എത്രയോ വർഷങ്ങളായിട്ടും ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവും, അതേ പ്രവാചകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായി ഇന്നും ശോഭിക്കുന്നതും ഏലിയാവാണ്. ഏലിയാവ് ഒരു പ്രത്യേക അമാനുഷിക ശക്തിയുള്ള വ്യക്തിയൊന്നും അല്ല, മറിച്ച് ഇവിടെ പറയുകയാണ്, നമ്മളെ പോലെ, എന്നെ പോലെ എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ, വിശ്വസിച്ചാൽ ഏലിയാവിനെ പോലെ നമ്മളെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയും. എനിക്കും ഒരു ഏലിയാവായി തീരുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. സ്തോത്രം. നമുക്കറിയാം, റോമർ 4:18 മുതൽ വായിക്കുമ്പോൾ, അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിടെ
ആ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ടും ഉറച്ചു. അതുകൊണ്ട് അത് അവനെ നീതിയായിട്ട് കണക്കിട്ടു. നോക്കണം, അബ്രഹാം വയോധികനായി, നട്ടെല്ലെല്ലാം വളഞ്ഞു, തോലുകൾ, ശരീരത്തിന്റെ തുകലെല്ലാം ചുക്കിച്ചുളുങ്ങുവാൻ വേണ്ടി തുടങ്ങി. സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി, ഡ്രൈ അപ്പായി പോയി. ആ സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ഉറച്ചു, ഇനി ഒരിക്കലും 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 ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്നിട്ടും എന്ത് ചെയ്തു? അവിശ്വാസത്താൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അബ്രഹാം 25 വർഷമാണ് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത്. താൻ വിശ്വാസം തെളിയിച്ചു. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുവാൻ ശക്തനെന്നും താൻ അടിയുറച്ചു വിശ്വസിച്ചു. അത് അബ്രഹാമിനെ നീതിയായി കണക്കിടുവാൻ ഇടയായിത്തീർന്നു. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഒന്ന് സ്വർഗീയ തലം നമ്മൾ പഠിച്ചു, ഒന്ന് മാനുഷിക തലം നമ്മൾ പഠിച്ചു, ഒന്ന് ദൈവവചനത്തിലുള്ള ആത്മീയമായ ഈ ഈ ഈ ദൈവവചനവും പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ പഠിച്ചു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.